അപ്പോൾ അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള വേറൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അതായത് BJP ഇത്തവണ 7 നിന്ന് 13 അവരുടെ സീറ്റെണ്ണം കൂട്ടിയിട്ടുണ്ട്. അത് ഒരു ആശങ്കപ്പെടുത്തുന്ന നമ്പറാണോ UDF-ന്? ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു അജണ്ട ഇവിടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ വാർഡ് വിഭജിച്ചത് BJPക്ക് അനുകൂലമായിട്ട് CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. ആ രൂപത്തിലാണ് അവർ വാർഡിനെ വിഭജിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉദാഹരണത്തിന് ഇവിടെ പിന്നെ ചാലപ്പുറം മുഗദാർ വാർഡ് എടുത്തു നോക്കിയാൽ മതി. ഏത് രൂപത്തിലാണ് ഇതിനവര് പിന്നെ എന്താ പറയാ ഷെയ്പ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള അജണ്ട ഇതിലുണ്ട്. BJPക്ക് വേണ്ടിയിട്ട് അതെ 100% BJPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനുകൂല്യം നൽകുന്ന പോലെ അവർക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് എന്നുള്ള രൂപത്തിൽ അതിനുള്ള കളമൊരുക്കാൻ ഇവിടെയുള്ള CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ചിത്രം തെളിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതും എന്ന് തോന്നുന്നു. തഹ്ലിയ, ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അനുഭവമാണല്ലോ, അതായത് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അല്ലേ? അതെ അതെ, എന്റെ കന്നി മത്സരാണ്. അതെങ്ങനെ നിർവചിക്കുന്നു? ഞാന് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. അത് എനിക്ക് കുറ്റിച്ചെറിയിൽ നിന്ന് മത്സരിക്കാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം, വലിയ എന്താ പറയുക ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന കാര്യമാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓൾ ഓഫ് എ സഡൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് പാർലമെന്റ് ബോർഡിൽ ഇരുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ചർച്ചയിൽ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് നിന്ന് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അവിചാരിതമായിട്ടുള്ള എൻട്രി ആയിരുന്നു. പക്ഷെ എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ എല്ലാവരെയും കാണാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. 9583 വോട്ടർമാർ എന്നുള്ളത് ചെറിയ വെല്ലുവിളിയല്ല. മാക്സിമം വോട്ടർമാരെ കാണാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. 2 തവണ പല വീടുകളും ഞാൻ കയറി ഇറങ്ങി. എനിക്ക് കാണാൻ പറ്റാത്ത വോട്ടർമാരെ കാണാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാണാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു മാരത്തോൺ ഓട്ടമായിരുന്നു. വലിയ അത്യാവശ്യം ഭൂപ്രദേശം കണക്കാക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ ഒരു വാർഡാണ്. പിന്നെ ഒരു മിനി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. വിവിധ സംസ്കാരങ്ങളുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പം ഇതൊരു വാവ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അതിനെ എൻജോയ് ചെയ്തു. ഈ ഒരു പ്രോസസ് നമ്മളെ ഒരു വോട്ടറെ നേരിട്ട് കാണുകയാണല്ലോ. നമ്മളിപ്പം ഒരു വോട്ടറെ നേരിട്ട് കാണുമ്പോൾ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളോട് കൈവീശി കഴിഞ്ഞാൽ അയാൾ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക? അത് നല്ല രസമുള്ളൊരു ചോദ്യം കേട്ടോ. അത് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിക്ക് അത് മനസ്സിലാവും തോന്നുന്നു എനിക്ക്. നമ്മളൊരാളോട് സംസാരിക്കുമ്പം അവരുടെ മുഖത്തുള്ള ഭാവങ്ങളോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലുള്ള ഓരോ ഫുൾ സ്റ്റോപ്പുകളോ അവരുടെ മുഖത്ത് വിരിയുന്ന ചെറിയ ചിരിയോ ഈവൻ അവരുടെ ചുണ്ടിൻ്റെ ലെങ്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ഈ വോട്ടർ നില പരിശോധിക്കുമ്പം വിവിധ ബൂത്തുകളിൽ നിന്നുള്ള നില പരിശോധിക്കുമ്പം ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പോളിംഗുകൾ എനിക്ക് വന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകം അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെ. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിയുന്ന വേളയിൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭൂരിപക്ഷത ഇത്രയാണെന്ന് എഴുതി വെക്കാൻ പറ്റുന്ന അർത്ഥം അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഒരു വോട്ടർ നമ്മൾ കാണുമ്പം ആ വോട്ടറുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ അതൊരു വലിയ ഘടകമാണ്. അവരെങ്ങനെ നമ്മളെ കാണുന്നത്, അവരുടെ എക്സ്പെക്ടേഷൻ ലെവൽ എന്താണ്, അവരുദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? പിന്നെ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ഒരു സ്വഭാവം ഉണ്ട്. എന്താണെങ്കിലും അപ്പുറത്തുള്ള ഒരാളോട് വളരെ നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതം കൂടിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് അത് കണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചേർക്കാർ കിട്ടിയത് നിസ്സാര കാര്യമൊന്നും അല്ലെന്നർത്ഥം. അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ. അതായത് കോഴിക്കോട്ടുകാരങ്ങനെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് ചിരിക്കുന്ന മനുഷ്യന്മാരേ അല്ല. 100% അവർ മനസ്സ് തുറന്ന് കാണിക്കുന്ന മനുഷ്യന്മാരാണ് കോഴിക്കോട്ടുകാർ. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല.
യെസ്, അപ്പൊ എന്തായാലും പ്രതീക്ഷകളൊന്നും മനസ്സ് തെറ്റിയിട്ടില്ല. തുറന്ന് കാണിക്കുകയും എല്ലാരെയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. തീർച്ചയായിട്ടും തർക്കം. ഒരു ചോദ്യം കൂടെ, ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു കുനിഷ്ഠ ചോദ്യം. അതായത് ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആകേണ്ടിയിരുന്ന ആളാണ് ഫാത്തിമ തെഹ്ലിയ. ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആകേണ്ട ആളായിരുന്നു ഫാത്തിമ തെഹ്ലിയ. അത് നഷ്ടപ്പെട്ടോ? എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഇൻഡിമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നോട് പറഞ്ഞത് കുറ്റിച്ചിറയിൽ മത്സരിക്കാനാണ്. ഞാനത് കുറ്റിച്ചിറയിൽ ഇറങ്ങി ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. പിന്നെ ഞാനൊരു സംസാരപ്രിയാണ്. ആൾക്കാരെ കണ്ടാൽ സംസാരിച്ചിരിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. അത് കോഴിക്കോട്ടുകാരുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ ഒരു സമയമുണ്ടല്ലോ, അത് വലിയ രസകരമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതിനപ്പുറത്തേക്കുള്ള ചിന്തയിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. പിന്നെ ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പിന്നെന്താ പറയുക കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ പാർട്ടിയോ അല്ലെങ്കിൽ UDF മുന്നണിയോ ആണ്. നിലവിൽ അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. എൻ്റെ ഭാഗത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഭംഗിയായിട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ശരി ഫാത്തിമ തെഹ്ലിയ, താങ്ക് യു എന്തായാലും ന്യൂസ് മോർണിംഗിനൊപ്പം ചേർന്നതിന്. അപ്പോൾ ഇനി കുറ്റിച്ചിറക്കാർക്കും വലിയ പ്രതീക്ഷയുണ്ട് ഫാത്തിമ തെഹ്ലിയ എന്നൊരു പ്രതിനിധിയിൽ. കാരണം അവർക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കാര്യങ്ങളായി മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്.